ഓക്കെ, അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു അല്ലെ. പിന്നെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സാമിന് നിങ്ങൾക്ക് അറിയാലോ എന്താണ് ഈ ഒരു ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവും എന്നുള്ളത് അറിയാലോ. അപ്പൊ നമ്മൾ കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ: economists regard decision making as important because. Economists regard decision making as important because. അതായത് എക്കണോമിസ്റ്റുകളുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്, എന്താണ് അതിന്റെ കാരണം? ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ദ റിസോഴ്സ് റിക്വയർഡ് ടു സാറ്റിസ്ഫൈ our unlimited wants and needs are finite or scarce. ഒന്നാമത്തെ ആൻസർ. ദെൻ രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് it is crucial to understand how we can best allocate our scarce resource to satisfy society's unlimited wants and needs. Third option, resource have alternative uses. Last one, all the above. അപ്പോ എക്കണോമിസ്റ്റുകളുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ കാരണം ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? ഏതായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏത് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഓക്കെ, അപ്പൊ ഒന്നാമത് ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ദ റിസോഴ്സ് റിക്വയർഡ് ടു സാറ്റിസ്ഫൈ അൺലിമിറ്റഡ് വാൻസ് ആൻഡ് നീഡ്സ് ഫോർ ഫൈനൈറ്റ് ഓർ സ്കേഴ്സ്. അതായത് നമ്മുടെ എക്കണോമിയിലുള്ള റിസോഴ്സുകളെല്ലാം തന്നെ എങ്ങനെയാണ്, വളരെ സ്കേഴ്സഡ് ആണ്, എന്നാൽ അൺലിമിറ്റഡ് വാൻസും നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് സ്കേഴ്സ് റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ അൺലിമിറ്റഡ് വാൻസ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള അൺലിമിറ്റഡ് വാൻസും നീഡ്സും നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്കേഴ്സ് റിസോഴ്സ് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? വി ക്യാൻ ബെസ്റ്റ് അലോക്കേറ്റ് അവർ സ്കേഴ്സ് റിസോഴ്സ്. നമുക്ക് നമ്മളുടെ റിസോഴ്സുകളെല്ലാം എങ്ങനെ ചെയ്യണം, മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നോ അതേപോലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ. മൂന്നാമത്തെ ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? റിസോഴ്സ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, അതായത് റിസോഴ്സുകൾക്കെല്ലാം എന്താണ്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ദ ആൾ ദി എബവ്. ഇപ്പൊ ഇതിൽ ഏത് ആൻസറാണ് നമ്മൾ കൊടുക്കാൻ പറ്റുക? അല്ലെ, ഏത് ആൻസർ ചോദിച്ചു കഴിഞ്ഞാലും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ആൻസർ ഡി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, ആൻസർ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരുന്നത്? ഡി, ആൾ ഓഫ് ദി എബവ്. ഈ 3 പോയിന്റും കൂടി എന്താണ് ഉൾപ്പെടുമ്പോഴാണ് എക്കണോമിക്സിന്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബിസിനസ് എക്കണോമിക്സ് ഈസ്. ഒരു ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു അബ്സ്ട്രാക്ട് ആൻഡ് അപ്ലൈഡ് ടൂൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണോ, അതോ ഇൻവോൾവ്ഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണോ, അതോ ഇൻകോർപ്പറേറ്റ് ടൂൾസ് ഫ്രം മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ആണോ, അതോ ബി ആൻഡ് സി ആൻഡ് അബവ്? ഓക്കെ, ഇതിൽ ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഏതായിരിക്കും? ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൈക്രോ എക്കണോമിക് ടൂൾസുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ അത് കറക്റ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, അതിൽ എന്താ പറയണത്? എക്കണോമിക് തിയറി, ബിസിനസ്സിലെ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി എക്കണോമിക് തിയറികളെല്ലാം പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതും ശരിയാണ് അല്ലെ. പിന്നെയോ അതേപോലെ തന്നെ ഇൻകോർപ്പറേറ്റ് ടൂൾ ഫ്രം മൾട്ടിപ്പിൾ ഡിസിഷൻസ് അല്ലെ. അതായത് ഒരുപാട് ഡിസിപ്ലിൻസും അതേപോലെ തന്നെ ഇൻകോർപ്പറേറ്റ് ടൂൾസുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ അതിൽ ആൻസർ കൊടുക്കുക? ഓപ്ഷൻ ഡി എന്നുള്ളതാണ്. അതായത് ബി ആൻഡ് സി അബവ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ് ആൻസർ വരുന്നത്. ബി ആൻഡ് സി അബവ് എന്ന് പറയുന്നത്. ഓക്കെ, then next നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എക്കണോമിക്സ് വി യൂസ് ദ ടേം സ്കേഴ്സിറ്റി ടു മീൻ.
എക്കണോമിക്സിൽ സ്കേഴ്സിറ്റി എന്ന ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന്, അബ്സല്യൂട്ട് സ്കേഴ്സിറ്റി ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സസ് ഇൻ ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. ലെസ് ഡെവലപ്ഡ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസോഴ്സേ ഉണ്ടാവുള്ളൂ, അതെന്ത് ചെയ്യണം? അതിനെ അബ്സല്യൂട്ട് സ്കേഴ്സിറ്റി എന്ന് പറയുന്നു. ഇനി അടുത്തത് റിലേറ്റീവ് സ്കേഴ്സിറ്റി. റിലേറ്റീവ് സ്കേഴ്സിറ്റി, സ്കേഴ്സിറ്റി ഇൻ റിലേഷൻ ടു വാണ്ട്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ വാണ്ട്സും അതേപോലെ തന്നെ സ്കേഴ്സിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഓപ്ഷനിൽ സ്കേഴ്സിറ്റി ഡ്യൂറിങ് ടൈം ഓഫ് ബിസിനസ് ഫെയിലിയർ ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ്. നാച്ചുറൽ കലാമിറ്റീസ് അതേപോലെ തന്നെ ബിസിനസ് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് കാണുന്നതാണ് സ്കേഴ്സിറ്റി. മൂന്നാമത്തത് സ്കേഴ്സിറ്റി കോസ്ഡ് ആൻ അക്കൗണ്ട് ഓഫ് എക്സസീവ് കൺസംഷൻ ബൈ ദി റിച്ച്. അല്ലെ, ഇതിൽ ഏത് ഓപ്ഷൻസാ വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ വരുന്നത്? ഓക്കെ, ഒന്ന് നോക്കിപ്പോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് വരുന്നത് കേട്ടോ. ബി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ദ റിലേറ്റീവ് സ്കേഴ്സിറ്റി ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ സ്കേഴ്സിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് റിലേറ്റീവ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്കേഴ്സിറ്റി ഇൻ റിലേഷൻ ടു ദി വാണ്ട്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ ആവശ്യങ്ങളുമായിട്ടുള്ള റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ നമുക്ക് നോക്കാം. വാട്ട് implication does resource scarcity have for the satisfaction of wants? What implication does resource scarcity have for the satisfaction of wants? ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളത് നോ ആൾ വാണ്ട്സ് ക്യാൻ സാറ്റിസ്ഫൈഡ്. ബിയിൽ പറയുന്നത് വി വിൽ നെവർ ബി ഫേസ്ഡ് വിത്ത് ദ നീഡ് ടു മേക്ക് ചോയ്സസ്. വി മസ്റ്റ് ഡെവലപ്പ് വേസ് ടു ഡിക്രീസ് അവർ ഇൻഡിവിജ്വൽ വാണ്ട്സ്. ദ ഡിസ്കവറി ഓഫ് ന്യൂ നാച്ചുറൽ റിസോഴ്സസ് necessary to increase our ability to satisfy wants. ഓക്കെ, ഈ നാലെണ്ണത്തിൽ ഏതാ വരുന്നത്? ഏതാണ്? ഫസ്റ്റ് വൺ അല്ലെ. എന്താണ്? നോട്ട് ആൾ വാണ്ട്സ് ബി സാറ്റിസ്ഫൈഡ്. അതായത് നമുക്ക് എല്ലാ ആവശ്യങ്ങളും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല? സാധിക്കില്ല. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ നമുക്ക് നോക്കാം. Which of the following is a normative statement? ഓക്കെ, നമ്മൾ പഠിച്ചതാണല്ലോ നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ എന്താണ് നോർമേറ്റീവ്സ്? ഇതിലേതാണ് നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നത്? ഓക്കെ, ഏതാണ്? പ്ലാൻഡ് എക്കണോമീസ് അലോക്കേറ്റ് റിസോഴ്സസ് via ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. Second option, most transitional economies have experienced problems of falling output and rising prices over the past decade. മൂന്നാമത്തത്, there is a great degree of consumer sovereignty in market economies than planned economies. Reducing inequality should be a major priority for mixed economies. ഓക്കെ, ഇതിൽ ഏതാണ് ഒരു നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന് ഇതിൽ ഉദാഹരണം ഏതാ വരിക? യെസ്, കറക്റ്റ് അല്ലെ. എന്താണ് വരുന്നത്? ഡി ആണ് ആൻസർ വരുന്നത് അല്ലെ. എന്താണ്? റെഡ്യൂസിങ് ഇനീക്വാളിറ്റി ഷുഡ് ബി എ മേജർ പ്രിയോറിറ്റി ഫോർ മിക്സഡ് എക്കണോമീസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അതില് അഞ്ചാമത്തെ റെഡ്യൂസിങ് ഇനീക്വാളിറ്റി ഷുഡ് ബി എ മേജർ പ്രിയോറിറ്റി ഫോർ മിക്സഡ് എക്കണോമീസ് എന്ന് പറഞ്ഞു അല്ലെ. അതായത് നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? അതൊരു വാല്യൂ ജഡ്ജ്മെന്റ് ആയിരിക്കും അല്ലെ. ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ആണ്. അതേപോലെ തന്നെ വെൽഫെയറിനെയും എന്താണ് വാട്ട് ഷുഡ് ബി എന്നുള്ളതായിരിക്കും നമുക്ക് അവിടെ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. നോർമേറ്റീവില് വാട്ട് ഷുഡ് ബി എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പൊ അതിനുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി സിക്സ്ത് വൺ വരുന്നത് ഇൻ എവറി എക്കണോമിക് സിസ്റ്റം സ്കേഴ്സിറ്റി ഇമ്പോസസ് ലിമിറ്റേഷൻ ഓൺ. ഇൻ എവറി എക്കണോമിക് സിസ്റ്റം സ്കേഴ്സിറ്റി ഇമ്പോസസ് ലിമിറ്റേഷൻ ഓൺ household, business firm, government and the nation as a whole. പിന്നെ വരുന്നത് household and business firm but not the government, local and state government but not the federal government.
ഹൗസ് ഹോൾഡ് ആൻഡ് ഗവൺമെന്റ് ബട്ട് നോട്ട് ബിസിനസ് ഫേം. ഇതിൽ ഏത് ആൻസർ ആയിരിക്കും വരുന്നത്? ഏത് ആൻസർ ആയിരിക്കും വരിക? എക്കണോമിക് സിസ്റ്റം അല്ലെ. ഇൻ എവറി എക്കണോമിക് സിസ്റ്റം സ്കേഴ്സിറ്റി ഇമ്പോസസ് ലിമിറ്റേഷൻ ഓൺ, എവിടേക്കാ വരിക? ഏതായിരിക്കും വരുന്നത്? യെസ്, 6A ആണ് ആൻസർ വരുന്നത് അല്ലെ. ഓക്കെ, എന്താണ്? ഹൗസ് ഹോൾഡ്, ബിസിനസ് ഫേം, ഗവൺമെന്റ് ആൻഡ് നാഷൻ ആസ് എ ഹോൾ, എല്ലാവരെയും എക്കണോമിക് സിസ്റ്റത്തിലെ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ മേഖലയിലും ഒരേപോലെ ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, ക്ലിയർ ഇറ്റ്? ഓക്കെ, നെക്സ്റ്റ് 7th question. Macroeconomics is also called dash economics. അപ്ലൈഡ് എക്കണോമിക്സ് എന്നാണോ, അഗ്രിഗേറ്റ് ആണോ, എക്സ്പെരിമെന്റൽ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഏതാ വരുന്നത് മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോ? യെസ്, വെരി ഗുഡ്, ബി ആണ് ആൻസർ അല്ലെ. അഗ്രിഗേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മാക്രോ എക്കണോമിക്സിന്റെ. മാക്രോ എക്കണോമിക്സ് അഗ്രിഗേറ്റ് ആണ് എന്നല്ലേ. അഗ്രിഗേറ്റ് എക്കണോമിക്സ് അല്ലെങ്കിൽ ടോട്ടലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ 7B ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് an example of positive economic analysis would be. ഒരു പോസിറ്റീവ് എക്കണോമിക് അനാലിസിസിന് എന്താണ് ആൻസർ വരുന്നത്? എന്താണ് എക്സാമ്പിൾ പറയാ? ഫസ്റ്റ് ചോയ്സ് കൊടുത്തിട്ടുള്ളത് an analysis of the relationship between the price of food and quantity purchased. Then B എന്ന് പറയുന്നത് determining how much income and each person should be guaranteed. Okay, then B, determining how much income each person should be guaranteed. മൂന്നാമത്തെ ഓപ്ഷനിൽ C, determining the fair price for food അല്ലെ. Then D വരുന്നത് deciding how to distribute the output of the economy. ഏതാണ് ഇതിൽ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത്? പോസിറ്റീവ് ആയിരിക്കുമ്പോ വാട്ട് ഈസ് എന്നുള്ളതിനല്ലേ നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ ഏതായിരിക്കും വരുന്നത്? യെസ്, 8A അല്ലെ. എന്താണ്? an analysis of the relationship between the price of the food and the quantity purchased. Okay, clear അല്ലേ? Okay, then 9th one. A study of how increases the incorporate income tax rate will affect the national unemployment rate is an example. അതായത് a study of how increases in the corporate income tax. എങ്ങനെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയാ, നമ്മുടെ നാഷണൽ അൺഎംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ എക്സാമ്പിൾ ഏതിലാ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും വരിക? അത് ഏതിലാ വരുന്നത്? മാക്രോ എക്കണോമിക്സിലാണോ, ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ് ആണോ, മൈക്രോ എക്കണോമിക്സ് ആണോ, നോർമേറ്റീവ് എക്കണോമിക്സ് ആണോ? ഏതാണ് വരുന്നത്? അൺഎംപ്ലോയ്മെന്റ്, നാഷണൽ ഇൻകം എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ പിന്നെ നമുക്ക് വേറെ എവിടെയും നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഏതിലാ പഠിക്കുക? മാക്രോ എക്കണോമിക്സ് അല്ലെ. മാക്രോ എക്കണോമിക്സിൽ അതായത് നാഷണൽ ഇൻകം, എംപ്ലോയ്മെന്റ് റേറ്റും അല്ലെ, അത് എങ്ങനെ ഇൻകം കോർപ്പറേറ്റ് ഇൻകം ടാക്സിനെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ മാക്രോ എക്കണോമിക്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, then 10th one. Which of the following does not suggest a macro approach for India? എന്താണ്? അപ്പോ ഇതിൽ ഏതാണ്, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് സജസ്റ്റ് മാക്രോ അപ്രോച്ച്? മാക്രോ അപ്രോച്ചിൽ സജസ്റ്റ് ചെയ്യാത്തത് ഇതിൽ ഏതായിരിക്കും എന്നുള്ളത്. ഓക്കെ, സജസ്റ്റ് ചെയ്യാത്തതാണ് ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ഡിറ്റർമിനിങ് ദ GNP ഓഫ് ഇന്ത്യ, finding the causes of failure of ABC Ltd, identifying the causes of inflation in India, analyze the causes of failure of industry in providing large scale employment അല്ലെ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതാണ് ഇതിൽ? അതായത് നമ്മളുടെ മാക്രോ അപ്രോച്ച് അല്ലാത്തത് അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്രോ എക്കണോമിക് അപ്രോച്ച് ആണ്. പിന്നെയോ അതേപോലെ തന്നെ
ഇൻഫ്ലേഷൻ അല്ലെ, ഇൻഫ്ലേഷൻ കോസസും കാര്യങ്ങളൊക്കെ മാക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയും അതേപോലെ തന്നെ ഡെവലപ്മെന്റും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതും മാക്രോ അപ്രോച്ചിലാണ്. എന്നാൽ ഏതാണ് ബി ആണ് ആൻസർ വരുന്നത്, ഫൈൻഡിങ് ദ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് ABC ലിമിറ്റഡ് അല്ലെ. അതായത് ABC ലിമിറ്റഡിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ABC ലിമിറ്റഡിന്റെ ഫെയിലിയറിനെ കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കണ്ടെത്തുന്നില്ല. ആ ഒരു കാര്യം നമുക്ക് മാക്രോ അപ്രോച്ചിൽ വരാത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് 11ാമത്തെ നോക്കാം. 11ാമത്തെ എന്താണ്? റാം മൈക്കോൺ ഹാർവസ്റ്റ് ദിസ് ഈസ് പുവർ. കൃഷ്ണൻ പറയുന്നു, ഡോണ്ട് വറി, പ്രൈസ് ഇൻക്രീസസ് വിൽ കോമ്പൻസേറ്റ് ഫോർ fall in quantity supplied. Vinod, climate affect crop yield. Some years are bad, others are good. Madhu, the government ought to guarantee that our income will not fall. In this conversation, the normative statement is made by Ram, Krishna, Vinod, Madhu. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, എന്താണ് നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം ഒരു വെൽഫെയർ ആയിരിക്കും നോക്കേണ്ടത്. ഓക്കെ, വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കുക സ്റ്റേറ്റ്മെന്റിൽ. ഓക്കെ, പിന്നെ വാട്ട് ഷുഡ് ബി എന്നുള്ളതിന് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ എന്താണ് ഒരു എന്താ പറയാ, ഒരു നല്ല എന്താ പറയാ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ വരിക? നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന് ഇതിൽ ആരുടെ? റാമിന്റെ ആണോ, കൃഷ്ണന്റെ ആണോ, വിനോദിന്റെ ആണോ, മധുവിന്റെ ആണോ? ആരുടെയാണ് വരുന്നത്? യെസ്, കറക്റ്റ്, മധുവിന്റെ. കാരണം എന്താ? ഗവൺമെന്റ് ought to guarantee that our income will not fall. അല്ലെ, ഗവൺമെന്റ് നമുക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്, എന്ത്? നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് ഒട്ടും കുറയ്ക്കുന്നില്ല എന്നുള്ളത് അല്ലെ. അപ്പൊ ഗവൺമെന്റും അതേപോലെ തന്നെ വെൽഫെയറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആരുടെയാണ് ആൻസർ വരുന്നത്? 11D ആണ് എന്ത് ചെയ്യുന്നത്, ആൻസർ വരുന്നത്. മധുവിന്റെ ആണ് വരുന്നത്. ഇനി നമുക്ക് 12ാമത്തെ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ആൻഡ് ഡിസൈഡ് and decide which, if any, economy is without scarcity. അല്ലെ, അതായത് ഇവിടെ ഈ സ്കേഴ്സിറ്റി ഇല്ലാതെ അല്ലെ, സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് ഇല്ലാതെ അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ എന്തെങ്കിലും കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ പറ്റുമോ? ഓപ്ഷൻസ് ABCD 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലേതായിരിക്കും വരുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ, ദ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ എക്കോണമി വെർ മോസ്റ്റ് പീപ്പിൾ വെർ ഫാമേഴ്സ്. ഒന്നാമത്തത്, നമ്മുടെ ഇന്ത്യൻ എക്കോണമി പ്രീ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് ഫാർമേഴ്സ് ആണ്. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ മിത്തിക്കൽ എക്കണോമി വേർ എംപഡീഡ് ഈസ് എ ബില്യണയർ അല്ലെ. അതായത് ഒരുപാട് കാലം, ഒരു ബില്യണയർ കാലം വരെയും നമ്മുടെ എക്കണോമി, എല്ലാ എക്കണോമിയും അല്ലെ, എവ്രിബഡി ഒരു മിത്തിക്കൽ എക്കണോമി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നോ എനി എക്കണോമി വേർ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് ഇറ്റ്സ് പീപ്പിൾ അല്ലെ. അതായത് എല്ലാ എക്കണോമിയിലും ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഈക്വലി ആയിരുന്നു. നൺ ഓഫ് ദി എബവ്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? അല്ലെ, അതായത് എന്താണ് ഇതിൽ ഏതായിരിക്കും? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാ വരുന്നത്? ചോദ്യം എന്തായിരുന്നു? കൺസിഡർ ദ ഫോളോയിങ്. ഇതിൽ ഏതാണ്? എന്ത്? ഡിസൈഡ് വിച്ച്, ഇഫ് എനി എക്കണോമി ഈസ് വിത്തൗട്ട് സ്കേഴ്സിറ്റി. ഏതൊരു എക്കണോമിയാണ് സ്കേഴ്സിറ്റി ഇല്ലാത്തത്? ഓക്കെ, ഇതിൽ ഏത് എക്കണോമിയാ സ്കേഴ്സിറ്റി ഇല്ലാത്തത്? ആൻസർ എന്താ വരുന്നത്? യെസ്, കറക്റ്റ് അല്ലെ. എന്താ വരുന്നത്? നൺ ഓഫ് ദി എബവ്. ഇതിലൊന്നിലും എന്ത് ചെയ്യുന്നില്ല, വിത്തൗട്ട് സ്കേഴ്സിറ്റിയെ കുറിച്ച് പറയുന്നില്ല അല്ലെ. ഒന്നാമത്തേൽ എന്താ പറയുന്നത്? എല്ലാവരും ഫാർമേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തേൽ എന്താ പറഞ്ഞ? രണ്ടാമത്തെ എക്കണോമിയിൽ എല്ലാം മിത്തിക്കൽ എക്കണോമിയാണ് എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തേൽ എന്താ പറയുന്നത്? എല്ലാവർക്കും ഒരേപോലെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എക്കോണമിയാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇതിലെവിടെയാണ് നമ്മുടെ വിത്തൗട്ട് സ്കേഴ്സിറ്റിയെ പറ്റി പറയുന്ന ഏതെങ്കിലും ഒരു എക്കണോമിയെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് 12ാമത്തെ ആൻസർ നൺ ഓഫ് ദി എബവ് എന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ
13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ്ജക്ട് മാറ്റർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, അതായത് ഇതിലേതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. നോട്ട് എ സബ്ജക്റ്റ് കേട്ടോ. മൈക്രോ എക്കണോമിക്സുമായിട്ട് ഏതിനാണ് ബന്ധം ഇല്ലാത്തത്? ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട് ദ പ്രൈസ് ഓഫ് മാംഗോസ്. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ ഫയർ ട്രക്ക് ഫോർ ദ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡൽഹി, ഇന്ത്യ. മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് പ്രൊഡ്യൂസ്ഡ് ഫോർ ദ മാംഗോസ് മാർക്കറ്റ്. നാലാമത്തത് നാഷണൽ എക്കണോമി ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? പ്രൈസ് ഓഫ് മാംഗോസ് അല്ലെ? പ്രൈസ് ഓഫ് മാംഗോസ് വരുമ്പോ എങ്ങനെയാ? അത് തീർച്ചയായിട്ടും മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മൈക്രോ എക്കണോമിക്സ് കൺസെപ്റ്റ് ആണ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ അത് ഒരിക്കലും നോട്ട് എ സബ്ജക്റ്റ് അല്ല. ഇനിയോ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഫയർ ട്രക്ക് ഫോർ ദി ഫയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡൽഹി ഇൻ ഇന്ത്യ അല്ലെ? അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എന്ന് പറയുമ്പോഴും അതെന്താണ്? അതും മൈക്രോ എക്കണോമിക്സിലെ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനി ദ ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് പ്രൊഡ്യൂസ്ഡ് ഫോർ ദ മാംഗോസ് മാർക്കറ്റ് അല്ലെ? അതായത് ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് എന്ന് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ അതും മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത് അല്ലെ? പിന്നെയോ നാഷണൽ എക്കോണമി ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത്. നാഷണൽ എക്കോണമിയും ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് മാക്രോ എക്കണോമിക്സിലാണ്, മൈക്രോ എക്കണോമിക്സിലല്ല പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ് ആൻസർ? ഡി ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി 14th ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രാഞ്ച് ഓഫ് എക്കണോമിക് തിയറി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഈസ്. ഓക്കെ, എക്കണോമിക് തിയറിയിലെ ബ്രാഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. അലോക്കേഷൻ ഓഫ് റിസോഴ്സുമായി ബന്ധപ്പെട്ട് ഏത് തിയറിയെ കുറിച്ചാണ്, ഏത് ബ്രാഞ്ച് ഓഫ് എക്കണോമിക് തിയറിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്? സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാലോ. പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് നമ്മൾ ഏതിലായിരിക്കും പറയുന്നത്? മാക്രോ എക്കണോമിക് തിയറി ആണോ? അല്ല. എക്കണോമെട്രിക്സ് ആണോ? അല്ല. നൺ ഓഫ് ദി എബവ് ആണോ? അതുമല്ല അല്ലെ? നമുക്ക് കറക്റ്റ് ആൻസർ അറിയാം. എന്താണ്? മൈക്രോ എക്കണോമിക് തിയറിയിലാണ് അല്ലെ? മൈക്രോ എക്കണോമിക് തിയറിയിലല്ലേ നമ്മൾ അലോക്കേഷൻ ഓഫ് റിസോഴ്സിന്റെ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നൊക്കെ നമ്മൾ കുറെ പഠിച്ചില്ലേ? അതൊക്കെ മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത്. ഓക്കെ, ദെൻ 15th വരുന്നത് which of the following is the not the subject matter of business economics? ഓക്കെ, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏതാ വരിക? ഒന്ന്, ഷുഡ് അവർ ഫേം ബി ഇൻ ദിസ് ബിസിനസ്. ഓക്കെ, ഷുഡ് അവർ ഫേം ബി ഇൻ ദി ബിസിനസ്. ബിസിനസ്സിൽ ഒരു ഫേം ഉണ്ടായിരിക്കില്ലേ? ഓക്കെ. രണ്ടാമത്തത്, ഹൗ മച്ച് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് പ്രൈസ് ഷുഡ് ബി കെപ്റ്റ്. എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നുള്ളതും എന്നുള്ള ഒരു കാര്യവും നമ്മളുടെ ബിസിനസ് എക്കണോമിക്സ് പെടുന്നത് തന്നെയല്ലേ? ഓക്കെ. മൂന്നാമത്തെ ഓപ്ഷൻ, ഹൗ വിൽ ദ പ്രൊഡക്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ദ മാർക്കറ്റ്. എങ്ങനെ നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കും? അതും ബിസിനസ് എക്കണോമിക്സിൽ വരുന്നതല്ലേ? ഓക്കെ. ഹൗ ഷുഡ് വി ഡിക്രീസ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദി എക്കണോമി. ബിസിനസ് എക്കണോമിക്സും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ എന്താ ബന്ധം അല്ലെ? അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ബിസിനസ് എക്കണോമിക്സിൽ ഉൾപ്പെടാത്ത ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? യെസ്, ഹൗ ഷുഡ് വി ഡിക്രീസ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദി എക്കണോമി. എങ്ങനെയാണ് നമ്മൾ എക്കണോമിയിലെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ബിസിനസ് എക്കണോമിക്സിനെ ബാധിക്കുന്ന കാര്യം അല്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ 15 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ 16th വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോർമേറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെന്റ് അല്ലെ? അതായത് ഏതാണ് നോർമേറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ ഓർത്ത് വെക്കണം ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഡിക്രീസസ് വിത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ. രണ്ടാമത്തത്, എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ.
the minimum wage should be raised to 200 per day. India spent a huge amount of money on national defense. Okay, ഇതിൽ ഏതായിരിക്കും നോർമേറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഏതായിരിക്കും വരുന്നത്? യെസ് അല്ലെ, അതായത് ഏതാ വരുന്നത്? സി, ദ മിനിമം വേജ് ഷുഡ് ബി റേസ്ഡ് എത്രയാണ്? 200 പെർ ഡേ. അതായത് മിനിമം വേജ് എന്ന് പറയുമ്പോ എന്താണ് അവിടെ? മിനിമം വേജ് എന്ന് പറയുന്നത് പെർ ഡേ 200 രൂപയാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. മിനിമം വേജ് കൂട്ടുക എന്ന് പറയുമ്പോ അവിടെ എന്താണ് ആക്ച്വലി നോക്കുന്നത്? എന്താ? ഹ്യൂമൻസിന്റെ വെൽഫെയർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 16 ഏതാണ് ആൻസർ വരുന്നത്? സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി കൺസിഡേർഡ് എ ടോപ്പിക് ഓഫ് സ്റ്റഡി ഇൻ മാക്രോ എക്കണോമിക്സ്? ഓക്കെ, മാക്രോ എക്കണോമിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടോപ്പിക് ഏതാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ദ എഫക്ട് ഓഫ് ഇൻക്രീസിങ് വേജസ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് കോട്ടൺ ഇൻഡസ്ട്രി. കോട്ടൺ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റബിലിറ്റിയും വേജും ഇൻക്രീസ് ചെയ്യുന്നതും അത് എഫക്ട് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യണം. മാക്രോ എക്കണോമിക്സിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ഇല്ല അല്ലെ. ദെൻ ബി വരുന്നത് ദ എഫക്ട് ഓഫ് സ്റ്റീൽ പ്രൈസസ് വെൻ മോർ സ്റ്റീൽ ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലെ. അതായത് സ്റ്റീൽ പ്രൈസ് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ടും സ്റ്റീൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്രൈസിനെ അത് എന്ത് ചെയ്യുന്നു? എഫക്ട് ചെയ്യുന്നു. ഇത് മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണോ? ഓക്കെ. The effect of an increasing inflation rate on living standard of people in India. അല്ലെ, പിന്നെയോ the effect of an increase in the price of coffee on the quantity of tea consumed. അല്ലെ, അപ്പൊ എയും ബിയും അല്ലാന്ന് നമുക്ക് ഉറപ്പിച്ചു അല്ലെ. കാരണം സ്റ്റീൽ പ്രൈസും അതേപോലെ തന്നെ വേജ് ഇൻക്രീസ് ചെയ്യുന്നതും എന്താണ് കോട്ടൺ ഇൻഡസ്ട്രിക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുന്നതും ഒന്നും മാക്രോ എക്കണോമിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. പിന്നെ വരുന്ന കൺഫ്യൂഷൻ സിയും ഡിയും ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വെച്ചോളാം, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാക്രോ എക്കണോമിക്സ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഡി എന്ന് പറയുന്നതിൽ എന്താ കൊടുത്തിട്ടുള്ളത്? പ്രൈസ് ഓഫ് കോഫി. ഓക്കെ, ഒരു കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോ അത് ടീയുടെ ക്വാണ്ടിറ്റീനെ അഫക്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഈ ടീയും കോഫിയും അതേപോലെ തന്നെ പ്രൈസ് എന്നൊക്കെ പറയണത് ഏതാണ്? മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത് അല്ലെ. അപ്പൊ മാക്രോ എക്കണോമിക്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെ. എന്താണ്? എഫക്ട് ഓഫ് ആൻ ഇൻക്രീസിങ് ഇൻഫ്ലേഷൻ റേറ്റ് ഓൺ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ദെൻ 18th വരുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഇത് ഏതൊക്കെയാണ് ഡിഫറൻസ്? പോസിറ്റീവും നോർമേറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഓക്കെ, ഓക്കെ, ഒന്നാമത്തെ നോക്കാം. ഓപ്ഷൻ പോസിറ്റീവ് എക്കണോമിക് എക്സ്പ്ലെയിൻ ദ പെർഫോമൻസ് ഓഫ് ദി എക്കണോമി വൈൽ നോർമേറ്റീവ് എക്കണോമിക്സ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ പുവർ പെർഫോമൻസ്. ഓക്കെ, അതായത് പോസിറ്റീവ് എക്കണോമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? പെർഫോമൻസ് ഓഫ് ദ എക്കണോമി അല്ലെ. പെർഫോമൻസ് ഓഫ് ദ എക്കണോമിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്നത് പുവർ പെർഫോമൻസിന്റെ റീസൺസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്നാലോ പോസിറ്റീവ് എക്കണോമിക്സ് രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താ കൊടുത്തിട്ടുള്ളത്? പോസിറ്റീവ് എക്കണോമിക്സ് ഡിസ്ക്രൈബ് ദി ഫാക്ട് ഓഫ് ദ എക്കണോമി വൈൽ നോർമേറ്റീവ് എക്കണോമിക്സ് ഇൻവോൾവിംഗ് ഇവാലുവേറ്റിംഗ് വെദർ some of these are good or bad for welfare of the economy. അല്ലെ, എന്താണ് ഇവിടെ പോസിറ്റീവ് നോർമേറ്റീവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബി തന്നെയാണ് അല്ലെ. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ബി തന്നെയാണ് വരുന്നത്. എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്താ പറയുന്നത്? പോസിറ്റീവ് എക്കണോമിക്സ് എന്താ പറയുന്നത്?
the facts of the economy, while normative economics including normative economics ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ജനങ്ങളുടെ വെൽഫെയർ ഗുഡ് ആണോ ബാഡ് ആണോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് വാട്ട് ഈസ് എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉത്തരം കൊടുക്കേണ്ടത്. പിന്നെ സി വരുന്നത് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഏതാണ്? വെൽഫെയർ ഓഫ് ദി എക്കണോമി എന്ന് പറയുന്നു. പിന്നെ ഡി എന്ന് പറയുന്നത് പോസിറ്റീവ് എക്കണോമിക്സ് പ്രിസ്ക്രൈബ്സ് വൈൽ നോർമേറ്റീവ് എക്കണോമിക്സ് ഡിസ്ക്രൈബ് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. 18 ബി ആണ് വരുന്നത്. ഓക്കെ, ദെൻ 19 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിന്റെ സ്കോപ്പിൽ പെടാത്തത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ബിസിനസ് എക്കണോമിക്സിന്റെ ഇതിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് ഉള്ളതല്ലേ? ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ. പിന്നെ റിസ്ക് അനാലിസിസ്, ബിസിനസ് ആകുമ്പോൾ റിസ്ക് ഉണ്ടാവുമല്ലോ, അപ്പൊ അതെന്തായാലും ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ ബിസിനസ് എക്കണോമിക്സിലെ മറ്റൊന്നാണ് ഏതെന്ന് പറയുന്നത്? ബിസിനസ് സൈക്കിൾസ് എന്ന് പറയുന്നത് അല്ലെ. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നതാണ് എന്ത്? ബിസിനസ് എക്കണോമിക്സിന്റെ സ്കോപ്പിൽ പെടാത്തത്. ഓക്കെ, ബിസിനസ് എക്കണോമിന്റെ സ്കോപ്പിൽ പെടാത്തതാണ് എന്ത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 20ാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, തെറ്റായിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്? കുറെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും, അതിലൊരു ഇൻകറക്റ്റ് കാണാൻ കഴിയും അല്ലെ. അപ്പൊ അത് ഏതാണെന്നുള്ളത് നോക്കാം. ഏതാ വരുന്നത്? ഒന്നാമത്തത് ബിസിനസ് എക്കണോമിക്സ് ഈസ് നോർമേറ്റീവ് ഇൻ നേച്ചർ അല്ലെ. പിന്നെ ബി എന്ന് പറയുന്നത് ബിസിനസ് എക്കണോമിക്സ് ഹാസ് എ ക്ലോസ് കണക്ഷൻ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. സി വരുന്നത് ബിസിനസ് എക്കണോമിസ്റ്റ് നീഡ് നോട്ട് വെറി അബൌട്ട് മാക്രോ വേരിയബിൾസ്. ബിസിനസ് എക്കണോമിക്സ് ആൾസോ കാൾഡ് മാനേജീരിയൽ എക്കണോമിക്സ്. ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഏതാണ്? യെസ്, സി ആണ്. ഓക്കെ, നമ്മൾ ബിസിനസ് എക്കണോമിക്സ് നീഡ് നോട്ട് അബൌട്ട് മാക്രോ വേരിയബിൾസ് അല്ലെ. 20 ഏതാ വരുന്നത്? സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക് ഗുഡ്സ് ആർ കൺസിഡേർഡ് സ്കേഴ്സ് റിസോഴ്സസ് ബിക്കോസ് ദേ. എക്കണോമിക് ഗുഡ്സുകളെല്ലാം തന്നെ നമ്മൾ സ്കേഴ്സ് റിസോഴ്സുകളാണ് കണക്കാക്കുന്നത്. കാരണം എന്താണ്? കനോട്ട് ബി ഇൻക്രീസിങ് ക്വാണ്ടിറ്റി. എന്താണ്? ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നില്ല. പിന്നെ ഡു നോട്ട് എക്സിസ്റ്റ് അഡീക്വേറ്റ് ക്വാണ്ടിറ്റി ടു സാറ്റിസ്ഫൈ റിക്വയർമെന്റ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ എല്ലാ റിക്വയർമെന്റ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡീക്വേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് നിലനിൽക്കുന്നില്ല എന്നുള്ളത്. പിന്നെയോ ആർ ഓഫ് പ്രൈമറി ഇമ്പോർട്ടൻസ് ഇൻ സാറ്റിസ്ഫൈയിങ് സോഷ്യൽ റിക്വയർമെന്റ്സ്. സോഷ്യൽ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള പ്രൈമറി ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ആർ ലിമിറ്റഡ് ടു മാൻമെയ്ഡ് ഗുഡ്സ്. മാൻമെയ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതാണ് വരുന്നത്? യെസ്, ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ബി ആണ് ആൻസർ വരുന്നത്. 21 ബി ആണ് ആൻസർ വരുന്നത്. എന്താണ്? ഡു നോട്ട് എക്സിസ്റ്റ് അഡീക്വേറ്റ് ക്വാണ്ടിറ്റി ടു സാറ്റിസ്ഫൈ റിക്വയർമെന്റ് ഓഫ് ദ സൊസൈറ്റി അല്ലെ. അതായത് സൊസൈറ്റിയുടെ റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് സൊസൈറ്റിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള ഒരു എന്താ പറയാ അഡീക്വേറ്റ് ക്വാണ്ടിറ്റി, അതായത് വേണ്ടത്ര ക്വാണ്ടിറ്റി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. 22 നോക്കാം. ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കണോമി ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയാണ് ഇവിടെ പറയുന്നത്. ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഏതൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യണത് എന്ന് നോക്കാം. 22 ഏതാ വരുന്നത്? voting done by consumers, a central plan authority, consumer preferences, the level of profit of firms. ഏതാ വരുന്നത്? യെസ്, ഏതാണ്?
ഏതാ വരുന്നത്? 22 ഏതാ വരുന്നത്? സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഏതാണ്? 22 സി ആണ് ആൻസർ വരുന്നത്. കൺസ്യൂമർ പ്രിഫറൻസസ്. ഓക്കെ. ഏതാണ് ഇപ്പോ ഫ്രീ മാർക്കറ്റ് എക്കണോമിയില് നമ്മൾ എങ്ങനെയാണ് വരുന്നത്? അതായത് കൺസ്യൂമർ പ്രിഫറൻസ് ആണ് അല്ലെ? അതായത് ഫ്രീ മാർക്കറ്റ് എക്കോണമി ആണെന്നുണ്ടെങ്കിലും അവിടെ സ്കേഴ്സ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? കാരണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഏതൊക്കെ റിസോഴ്സ് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് കൺസ്യൂമർ പ്രിഫറൻസിനനുസരിച്ചിട്ടാണ് മാർക്കറ്റ് നീങ്ങുന്നത് കേട്ടോ. ഇനി 23 വരുന്നത് എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി യൂസസ് ഡാഷ് ആസ് ദ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് അലോക്കേറ്റിംഗ് റിസോഴ്സ്. ഓക്കെ. 23 ഏതാ വരുന്നത്? ആൻസർ ഡിമാൻഡ് ആണോ, സപ്ലൈ ആണോ, എഫിഷ്യൻസി ആണോ, പ്രൈസ് ആണോ വരുന്നത്? എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെ? ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഇവിടെ റിസോഴ്സുകളെല്ലാം അലോക്കേറ്റ് ചെയ്യുന്നതും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെ പ്രൈസ് എന്താ പറയാ, സോറി ആൻസർ പറഞ്ഞു അല്ലെ? എന്താണ്? പ്രൈസ് എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ? ക്യാപിറ്റൽ എക്കണോമിയിലെ പ്രൈസ് എന്ന് പറയുന്നതാണ് എന്തുള്ളത്? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം പ്രൈസ്. അപ്പൊ ക്യാപിറ്റൽ എക്കണോമി യൂസസ് പ്രൈസ് ആസ് ദ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് അലോക്കേറ്റിംഗ് റിസോഴ്സ്. ഓക്കെ. ദെൻ 24th നമുക്ക് നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് യൂസിങ് ദി മാർക്കറ്റ് സിസ്റ്റം. അതായത് എന്താണ് ഇവിടെ നമ്മളുടെ മാർക്കറ്റ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ്, അതായത് മാർക്കറ്റിലെ റിസോഴ്സുകളെല്ലാം നമ്മളൊക്കെ അറിയാലോ, നല്ല രീതിയിൽ ഉപയോഗിക്കണം, കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്, നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓക്കെ. അപ്പോ ഇവിടെ നമ്മള് അലോക്കേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഒന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഏതായിരിക്കും ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത്? റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട ഏതാണ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്? 24th വരുന്നത് ഏതാ വരുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഇൻകം വിൽ ടെൻഡ് ടു ബി unevenly distributed. People do not get a goods to their choices. Men of initiative and enterprise are not rewarded. Profit will tend to be low. ഓക്കെ. അപ്പോ ഈ ഒരു ഇതിൽ ആൻസർ ഏതാ വരുന്നത്? യെസ്, 24 എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. എന്തുകൊണ്ട്? ഇൻകം വിൽ ടെൻഡ് ടു ബി അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമുക്കറിയാലോ, നമുക്ക് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ളതിലെ ഏറ്റവും ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എക്കണോമിയിലെ ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ? യെസ്. ഓക്കെ. ദെൻ 25th ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് അപ്ലൈ ടു എ മാർക്കറ്റ് എക്കണോമി. ഓക്കെ. അതില് ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഫേംസ് ഡിസൈഡ് ഹും ടു ഹയർ ആൻഡ് വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലെ? അതായത് ഫേംസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എന്താണ് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ആണോ? ഫേം ആണോ ഡിസൈഡ് ചെയ്യുന്നത്? ഓക്കെ. ദെൻ രണ്ടാമത്തത് ഫേംസ് എയിം അറ്റ് മാക്സിമൈസ് പ്രോഫിറ്റ്. അതെന്തായാലും കറക്റ്റ് ആണ് അല്ലെ? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ളത്. ദെൻ സി എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഡിസൈഡ് വിച്ച് ഫേം ടു വർക്ക് ഫോർ ആൻഡ് വാട്ട് ടു ബൈ ദെയർ ഇൻകം. അപ്പൊ ഹൗസ് ഹോൾഡ് തീരുമാനിക്കും ഏത് ഫേമിൽ വർക്ക് ചെയ്യണം എന്നും എന്താ അവരുടെ ഇൻകം വെച്ചിട്ട് എന്താണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളതും ഹൗസ് ഹോൾഡ് ആണ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. ദെൻ എന്താണ് നാലാമത്തെ ഓപ്ഷനിൽ വരുന്നത് ഗവൺമെന്റ് പോളിസീസ് ആർ ദ പ്രൈമറി ഫോഴ്സസ് ദാറ്റ് ഗൈഡ് ദ ഡിസിഷൻ ഓഫ് ഫേം ആൻഡ് ഹൗസ് ഹോൾഡ് അല്ലെ? അപ്പൊ ഗവൺമെന്റ് പോളിസികളെല്ലാം ഇവിടുത്തെ പ്രൈമറി ഫോഴ്സുകളാണ്. കാരണം ഒരു ഫേമിന് ഡിസിഷൻ എടുക്കാനും ഗൈഡ് ചെയ്യാനും ഹൗസ് ഹോൾഡിനെ ഗൈഡ് ചെയ്യാനും ഒക്കെ ഗവൺമെന്റ് പോളിസികൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഡസ് നോട്ട് അപ്ലൈ ടു എ മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ. മാർക്കറ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ അപ്പൊ ഏത് എക്കണോമിയാണെന്ന് ഓർത്ത് വെക്കണേ. ഏത് എക്കണോമിയാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്? യെസ്,
അല്ലെ? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത്? യെസ്, ഗവൺമെന്റ്. അല്ലെ? ഡി ആണ്, 25D ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് അറിയാലോ അല്ലെ? മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഒരിക്കലും ഗവൺമെന്റ് പോളിസീസ് ഉണ്ടാവില്ല. ദെൻ 26ാമത്തെ ഇന്ന് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കണോമിന്റെ കാര്യത്തിൽ വരുമ്പോഴേക്കും എങ്ങനെയാണ്? ഏതായിരിക്കും ഇതിൽ മിക്സഡ് എക്കണോമിന്റെ ഇതിൽ വരുന്നത്? ആൾ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി സെൻട്രൽ അതോറിറ്റി. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് സെൻട്രൽ അതോറിറ്റിയാണ്. ആണോ? ഓക്കെ. ബി എന്ന് പറയുന്നത് ആൾ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ പ്രൈവറ്റ്. ആണോ? അല്ല. The economic decisions are partly taken by the state and partly by the private entrepreneur. അതാണോ ശരി? അതോ നൺ ഓഫ് ദി അബവ്? ഏതാണോ? സി ആണോ ഡി ആണോ ആൻസർ വരുന്നത്? യെസ്, വെരി ഗുഡ്. അല്ലെ? എന്താണ് ആൻസർ വരുന്നത്? സി ആണ് ആൻസർ വരുന്നത്. കാരണം മിക്സഡ് എക്കോണമി ആവുമ്പോ സ്റ്റേറ്റും തീരുമാനം എക്കണോമിക് ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് എന്റർപ്രൈസിനും അധികാരം ഉണ്ട്. അതാണ് മിക്സഡ് എക്കോണമി. ദെൻ 27ാമത്തെ വരുന്നത്, 27ാമത്തെ ഏതാ വരുന്നത്? ദ സെൻട്രൽ പ്രോബ്ലംസ് ഇൻ എക്കണോമിക്സ് ഈസ് ദാറ്റ് ഓഫ്. അല്ലെ? എന്താണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിയിലെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കമ്പയറിംഗ് ദ സക്സസ് ഓഫ് കമാൻഡ് വേഴ്സസ് മാർക്കറ്റ് എക്കണോമീസ്. രണ്ടാമത്തെ ഓപ്ഷൻ ഗ്യാരണ്ടി ദ പ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് മാനർ. ദെൻ സി വരുന്നത് ഗ്യാരണ്ടി എ മിനിമം ലെവൽ ഓഫ് ഇൻകം ഫോർ എവറി സിറ്റിസൺ. ഡി എന്ന് പറയുന്നത് അലോക്കേറ്റിംഗ് സ്കേഴ്സ് റിസോഴ്സ് ഇൻ എ സച്ച് എ മാനർ ദാറ്റ് സൊസൈറ്റി അൺലിമിറ്റഡ് നീഡ്സ് ഓർ വാട്ട്സ് ആർ സാറ്റിസ്ഫൈഡ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. അല്ലെ? ഇതിൽ ഏതാണ് എക്കണോമിക്സിലെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത്? ഏതായിരിക്കും വരുന്നത്? യെസ്, അല്ലെ? എന്താണ്? allocating scarce resources such a manner that society unlimited wants and satisfied in the best possible manner. അല്ലെ? എക്കണോമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ത്? ഉള്ള റിസോഴ്സുകൾ എങ്ങനെ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കാം. അല്ലെ? കാരണം എന്താ? സൊസൈറ്റിയിൽ അൺലിമിറ്റഡ് വാൺസും അതേപോലെ തന്നെ എന്താണ് അത് എങ്ങനെ ബെസ്റ്റ് പോസിബിൾ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതായിരിക്കും ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, അപ്പൊ 27D ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് വുഡ് ബി ചൂസൺ ഇൻ എ അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കുകൾ എവിടെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? എവിടെയാ ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ക്യാപിറ്റൽ ഇന്റൻസീവ്. നോക്കാം ഓപ്ഷൻസ്. ഒന്നാമത്തത് ലേബർ സർപ്ലസ് എക്കോണമി where the relative price of capital is lower. Capital surplus economy where the relative price of capital is lower. Developed economy where technology is better. Developing economy where technology is poor. ഇതിൽ ഏതായിരിക്കും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഏതായിരിക്കും? 28ാമത്തെ ആൻസർ എന്താ വരുന്നത്? യെസ്, ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റൽ സർപ്ലസ്. അല്ലെ? 28ാമത്തെ ആൻസർ ഏതാ വരുന്നത്? ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ക്യാപിറ്റൽ സർപ്ലസ് ഇക്കോണമി വെർ ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഈസ് ലോവർ. അല്ലെ? ക്യാപിറ്റൽ സർപ്ലസ് എക്കോണമിയിൽ എങ്ങനെയായിരിക്കും ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അതേപോലെ തന്നെ റിലേറ്റീവ് പ്രൈസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. അത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 29. Which of the following is not one of the 4 central questions that the study of economics is supposed to answer? അതായത് ഇതിൽ ഏതാണ്? അല്ലെ? ഏതല്ല? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ. നമ്മള് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അതില് ഏത് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്? നമ്മൾ ആകെ എത്ര ക്വസ്റ്റ്യൻ ആണ് പഠിച്ചിട്ടുള്ളത്? യെസ്, 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? ആ 3 ക്വസ്റ്റ്യനില് ഇതിൽ ഏതോ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്ട്രാ ഏതാന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഏതാ വരുന്നത്?
യെസ്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലെ, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ് നമ്മൾ ചോദ്യം വരുന്നത് അല്ലെ. അപ്പോ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്രൊഡ്യൂസസ് വാട്ട് അല്ലെ, എന്താണ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നെയോ ബി, വെൻ ആർ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, എപ്പോഴാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഹൂ കൺസ്യൂം വാട്ട്, ആരാണ് കൺസ്യൂം ചെയ്യേണ്ടത്. ഹൗ ആർ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതായിരിക്കും നമ്മളുടെ സെൻട്രൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എല്ലാം ഒരേപോലെ തോന്നുന്നുണ്ട് അല്ലെ, കൺഫ്യൂഷൻ വരും അല്ലെ. പക്ഷേ വൻ എന്നുള്ള ഒരു സംഭവം നമ്മളുടെ ചോദ്യത്തിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോ വെൻ ആർ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, അതായത് എപ്പോഴാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ എക്കണോമിയിലെ ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി 30 പറയുന്നത്, ലാർജർ പ്രൊഡക്ഷൻ ഓഫ് ഡാഷ് ഗുഡ്സ് വുഡ് ലീഡ് ടു ഹയർ പ്രൊഡക്ഷൻ ഇൻ ഫ്യൂച്ചർ. ലാർജർ പ്രൊഡക്ഷൻ ഓഫ് ഡാഷ് ഗുഡ്സ് വുഡ് ലീഡ് ടു ഹയർ പ്രൊഡക്ഷൻ ഇൻ ഫ്യൂച്ചർ. അതായത് കൺസ്യൂമർ ഗുഡ് ആണോ, ക്യാപിറ്റൽ ഗുഡ് ആണോ, അഗ്രികൾച്ചറൽ ഗുഡ് ആണോ, പബ്ലിക് ഗുഡ് ആണോ, ഏത് ഗുഡാണ് ഫ്യൂച്ചറിലേക്ക് ഹയർ പ്രൊഡക്ഷൻ വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഏതായിരിക്കും ചെയ്യാൻ പറ്റുക, ഏതായിരിക്കും. കൺസ്യൂമർ ഗുഡ് ആണോ, അഗ്രികൾച്ചറൽ ഗുഡൊക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പറ്റുമോ. ഓക്കെ, പബ്ലിക് ഗുഡും നമുക്ക് ഫ്യൂച്ചറിനെ പറയാൻ പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ ഏതാ പറ്റുക, ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെ. ലാർജർ പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ലാർജ് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിലെ ഹയർ പ്രൊഡക്ഷനും നമുക്കത് ഹെൽപ്ഫുൾ. ഓക്കെ, 30B ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ആൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഫോർ പ്രോഫിറ്റ്. ഓക്കെ, ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഈ എക്കണോമിക് സിസ്റ്റത്തിലെ പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഏത് എക്കണോമിയാണ്, സോഷ്യലിസത്തിലാണോ, ക്യാപിറ്റലിസത്തിലാണോ, മിക്സഡ് എക്കോണമിയിലാണോ, അതോ കമ്മ്യൂണിസത്തിലാണോ, ഇതിൽ ഏത് ഇസത്തിലാണ്, ഏത് എക്കണോമിക് സിസ്റ്റത്തിലാണ് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഉള്ളത്. പ്രൊഡക്ഷൻ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഫോർ പ്രോഫിറ്റ് അല്ലെ. ഏതായിരിക്കും, യെസ് കറക്റ്റ് അല്ലെ. ഏതാ വരുന്നത്, 31B ആണ്. ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ. ഓക്കെ, ദെൻ 32 വരുന്നത്, മാക്രോ എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ്. മാക്രോ എക്കണോമിക്സിൽ ഇത് എന്താ പറയുന്നത്, ഏതാണ് മാക്രോ എക്കണോമിക്സ് ഇതിൽ വരിക, ആൾ ആസ്പെക്ട്സ് ഓഫ് സ്കേഴ്സിറ്റിയെ കുറിച്ച് പറയൂ മാക്രോ എക്കണോമിക്സിൽ. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. എന്താണ്, ദ നാഷണൽ എക്കോണമി ആൻഡ് ഗ്ലോബൽ എക്കോണമി ആസ് എ വോൾ അല്ലെ. നോക്കാം, അടുത്തതും കൂടി നോക്കി നോക്കാം. ബിഗ് ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ. ഓക്കെ, ഇല്ല. ദെൻ ദ ഡിസിഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിസിനസ് ആൻഡ് പീപ്പിൾ. ഇൻഡിവിജ്വലും ഡിസിഷനും പീപ്പിളും ഒന്നും മാക്രോ എക്കണോമിക്സിൽ ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്ത്, ദ നാഷണൽ എക്കോണമി ആൻഡ് ദ ഗ്ലോബൽ ആസ് എ വോൾ അല്ലെ. അതാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, ദെൻ 33 വരുന്നത്, ദ ഫ്രീഡം ഓഫ് ചോയ്സസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ്. ഫ്രീഡം ചൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏത് ഈസത്തിലായിരിക്കും ഫ്രീഡം ഉള്ളത്. ഏതായിരിക്കും വരുന്നത്, ഏതാ വരുന്നത്, സോഷ്യലിസം ആണോ, ക്യാപിറ്റലിസം ആണോ, കമ്മ്യൂണിസം ആണോ, നൺ ഓഫ് ദി എബവ് ആണോ. ഏത് ഈസത്തിലാണ് ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഉള്ളത്, ഏതിലാ വരിക, യെസ് 33B അല്ലെ. ഏതാണ്, ക്യാപിറ്റലിസം. കാരണം ക്യാപിറ്റലിസത്തിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോഷ്യലിസത്തിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ആരാ തീരുമാനിക്കുക, ഗവൺമെന്റ് അല്ലെ. ഓക്കെ, കമ്മ്യൂണിസത്തിലും എന്താണ് ഈ പറയുന്ന ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടാവും. നൺ ഓഫ് ദി എബവ് ആണ് ആൻസർ വരും. ഓക്കെ, ദെൻ 34 പറയുന്നത്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇനീക്വാളിറ്റി ഇൻ മിനിമൽ അണ്ടർ.
എക്സ്പ്ലോയിറ്റേഷനും ഇനീക്വാളിറ്റിയും ഒക്കെ ഏത് എക്കണോമിയിലാണ് ഉണ്ടാവുക? സോഷ്യലിസത്തിലാണോ, ക്യാപിറ്റലിസത്തിലാണോ, മിക്സഡ് എക്കോണമിയിലാണോ, നൺ ഓഫ് ദി അബൌവിലാണോ, ഏതല്ല വരുന്നത്? യെസ്, സോഷ്യലിസത്തിലാണ് ഇനീക്വാളിറ്റിയും എക്സ്പ്ലോയിറ്റേഷനും മിനിമം ചെയ്യാൻ പറ്റുന്നത്, കുറയ്ക്കാൻ പറ്റുന്നത് സോഷ്യലിസത്തിലാണ് കേട്ടോ. 34A ആണ് വരുന്നത് ആൻസർ. ഇനി 35 വരുന്നത് ഏതാണ്? അഡ്മിനിസ്ട്രേഡ് പ്രൈസസ് റെഫർ ടു, അല്ലെ, ഏതാണ്? പ്രൈസ് ഡിറ്റർമിൻ ഫോഴ്സസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൈസ് ഡിറ്റർമിൻ ബൈ സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ്, അതേപോലെ തന്നെ പ്രൈസ് ഡിറ്റർമിൻ ബൈ എക്സ്റ്റേണൽ അതോറിറ്റി ആൻഡ് വിച്ച് ഈസ് യൂഷ്വലി ദ ഗവൺമെന്റ്, നൺ ഓഫ് ദി അബോവ്. അല്ലെ, അഡ്മിനിസ്ട്രേഡ് പ്രൈസസ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും അപ്പോ? അഡ്മിനിസ്ട്രേഡ്, യെസ്, അല്ലെ, പ്രൈസസ് ഡിറ്റർമിൻഡ് എക്സ്റ്റേണൽ അതോറിറ്റി വിച്ച് ഈസ് യൂഷ്വലി ഗവൺമെന്റ്. അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസസ് എന്ന് പറയുന്ന ഭരണാധികാരികൾ വില നിശ്ചയിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? യെസ്, പ്രൈസ് ഡിറ്റർമിൻഡ് ബൈ എക്സ്റ്റേണൽ അതോറിറ്റി വിച്ച് ഈസ് യൂഷ്വലി ദി ഗവൺമെന്റ്. ഓക്കെ, ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ എക്കണോമിക്സ് ദ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് മീൻസ്, എക്കണോമിക്സിലെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓക്കെ, 36ാമത്തേതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. എന്താണ്? ഔട്ട്പുട്ട് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്. ഓക്കെ, ഏതാ വരുന്നത്? ലിമിറ്റഡ് റിസോഴ്സ്. ഔട്ട്പുട്ട് ഈസ് റെസ്ട്രിക്റ്റഡ്, ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്. Consumer do not have much money as they would wish, then there will always be certain level of unemployment. Resources are not always allocated in an optimum way. അല്ലെ, അപ്പൊ ഈ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ 4 ഓപ്ഷൻസിൽ ഏതായിരിക്കും വരിക? ഏതാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്? ഏതായിരിക്കും? യെസ്, 36 ഏതാണ് ആൻസർ വരുന്നത്? എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഔട്ട്പുട്ട് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദി ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്. ഓക്കെ, കാരണം സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് വരാനുള്ള കാരണം എന്താണ്? നമ്മളുടെ എക്കണോമിയിലെ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ 37 എന്താണ് നോക്കാം. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ഈസ് ഗിവൺ ബൈ, അല്ലെ, 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആര് കൊണ്ടുവന്നതാണ്? ഓക്കെ, ആരാണ് കൊണ്ടുവന്നത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ആൽഫ്രഡ് മാർഷൽ ആണോ, സാമുവൽസൺ ആണോ, റോബിൻസൺ ആണോ, ആഡം സ്മിത്ത് ആണോ? ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? യെസ്, സി റോബിൻസൺ ആണ് കേട്ടോ. ഓക്കെ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അത് കൊണ്ടുവന്നത് റോബിൻസൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കി വെക്ക. ദെൻ 38ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദ ഡെഫിനിഷൻ ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ വെൽത്ത് ഓഫ് നേഷൻ വാസ് ഗിവൺ ബൈ, അല്ലെ, അതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണ്ടാവുമല്ലോ, അല്ലെ, ആരാണ്? സയൻസ് വിച്ച് ഡീൽസ് ദ വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിച്ചോണം. ഏതാണ്? ഏതാ വരെ? വെൽത്ത് ഓഫ് നേഷൻ ആരുടെയാണെന്നാ പഠിച്ചിട്ടുള്ളത്? യെസ്, ആഡംസ്. ഓക്കെ, ഇനി which of the following is not one the feature of capitalist economy? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചറിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ് കേട്ടോ. പെടാത്തതാണ് ചോദിക്കുന്നത്, അപ്പൊ ശ്രദ്ധിക്കണം, പെടാത്തത് ഏതാണ്? ഓക്കെ, ഒന്നാമത്തെ ഏതാണ്? ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഫ്രീഡം ഓഫ് ചോയ്സ് ബൈ ദി കൺസ്യൂമേഴ്സ്, നോ പ്രോഫിറ്റ് നോ ലോസ് മോട്ടീവ്, കോമ്പറ്റീഷൻ. ഓക്കെ, ഇതിൽ ഏതാണ് ക്യാപിറ്റലിസ്റ്റിൽ പെടാത്തത്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് അപ്പൊ ഓർമ്മ വരണം അല്ലെ? ഏതാണ്? റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ, അതോ ഫ്രീഡം ഓഫ് ചോയ്സ് ബൈ ദ കൺസ്യൂമർ ആണോ, നോ പ്രോഫിറ്റ് നോ ലോസ് മോട്ടീവ് ആണോ, അതോ കോമ്പറ്റീഷൻ ആണോ? ഏതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ വരിക? യെസ്, അല്ലെ, ഏതാ വരിക? നോ പ്രോഫിറ്റ്. കാരണം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? പ്രോഫിറ്റും
അല്ലെ? ഇവിടെ കൊടുത്തിരിക്കുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് മോട്ടീവ്. പ്രോഫിറ്റ്, ലാഭം നഷ്ടം എന്നുള്ളത് ഇവിടുത്തെ കാര്യമല്ല. പക്ഷെ ക്യാപിറ്റലിസ്റ്റിൽ അതല്ലേ, പ്രോഫിറ്റ് നോക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതാണ് അതില് ഉൾപ്പെടുത്തുന്നത്. 39C ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദർ ഇസ് എ നീഡ് ഓഫ് എക്കണോമിക് സ്റ്റഡി ബിക്കോസ്. there is need of economic study because economic studyന്റെ ആവശ്യകത എന്താണ്? The resources are unlimited, the wants are unlimited, the resources are unlimited, both A and B. അല്ലെ? ഏതാ വരിക? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്? 40 ഏതായിരിക്കും ആൻസർ വരുന്നത്? യെസ്, ഡി, ബോത്ത് എ ആൻഡ് ബി. അല്ലെ? എന്താണ്? റിസോഴ്സ് ലിമിറ്റഡ് ആണ്, അതേപോലെ തന്നെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. അപ്പൊ ആൻസർ ഡി ആണ് വരുന്നത് കേട്ടോ. 41ാമത്തെ, ദ ബെനഫിറ്റ് ഓഫ് എക്കണോമിക് സ്റ്റഡി. ഓക്കെ, എക്കണോമിക് സ്റ്റഡിയുടെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഏതാ വരിക? ഇറ്റ് എൻഷുർ ദാറ്റ് ആൾ പ്രോബ്ലംസ് വിൽ ബി അപ്രോപ്രിയേറ്റ്ലി ടാക്കിൾഡ്. അല്ലെ? എല്ലാ എക്കണോമിക് പ്രോബ്ലംസും, അതായത് എല്ലാ പ്രോബ്ലംസും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രോപ്രിയേറ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോബ്ലംസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെയോ പ്രോബ്ലംസ് എക്സാമിൻ ചെയ്യുന്നു. റൈറ്റ് പെർസ്പെക്റ്റീവ് തന്നെയാണ് എക്സാമിൻ ചെയ്യുന്നത്. പിന്നെ ഗീവ്സ് എക്സ്ട്രാക്ട് സൊല്യൂഷൻ ടു എവറി പ്രോബ്ലം. ഇതിലേതിലാണ് എക്കണോമിക് സ്റ്റഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനഫിറ്റ് എന്ന് പറയുന്നത്? യെസ്, അല്ലെ? ഇറ്റ് എനാബിൾ ടു എക്സാമിൻ ദ പ്രോബ്ലം ഈസ് റൈറ്റ് ഇൻ പെർസ്പെക്റ്റീവ്. അല്ലെ? അതായത് ഒരു പ്രോബ്ലത്തെ കൃത്യമായി പരീക്ഷിച്ച് അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കാൻ എക്കണോമിക് സ്റ്റഡി സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആൻസർ വരുന്നത് കേട്ടോ. സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, then 42 നോക്കാം. ദ മാനേജീരിയൽ എക്കണോമിക്സ്. ഓക്കെ, ദ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് അപ്ലൈഡ് എക്കണോമിക്സ് ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്കണോമിക് തിയറി ആൻഡ് ബിസിനസ് പ്രാക്ടീസ്. ഇറ്റ് ഈസ് എ ജസ്റ്റ് തിയറി കൺസെപ്റ്റ്. പിന്നെ 3ാമത്തെ ഓപ്ഷൻ വരുന്നത് ട്രെയിൻസ് മാനേജേഴ്സ് ഹൗ ടു ബിഹേവ് ഇൻ റിസഷൻ. ഡി വരുന്നത് പ്രൊവൈഡ് ദ ടൂൾസ് വിച്ച് എക്സ്പ്ലെയിൻ വേരിയസ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്? ഏതായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ വരുന്നത്? യെസ്, ഏതാണ്? മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് അപ്ലൈഡ് എക്കണോമിക്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് അപ്ലൈഡ് എക്കണോമിക്സ് ദാറ്റ് ഫിൽ ടു ഗ്യാപ്പ് ബിറ്റ്വീൻ എക്കണോമിക് തിയറി ആൻഡ് ബിസിനസ് പ്രാക്ടീസ്. ഓക്കെ, 42 എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 43, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒന്ന്, മൈക്രോ എക്കണോമിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റഡി എ പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് ആൻഡ് എ പർട്ടിക്കുലർ ഫേം. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഒരു ഹൗസ് ഹോൾഡിനെ കുറിച്ചും അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഫേമിനെ കുറിച്ചും ആണോ നമ്മൾ പഠിക്കുന്നത്? ആണോ? ആണ് അല്ലെ? ഓക്കെ. മാക്രോ എക്കണോമിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റഡി എക്കണോമിക് കണ്ടീഷൻ ഓഫ് കൺട്രി. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അതും ശരിയാണ് അല്ലെ? അപ്പൊ 1ാമത്തെ ശരിയാണ്, 2ാമത്തെ ശരിയാണ്. ഓക്കെ, 3ാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ്. ഇത് രണ്ടും അല്ലാന്ന് നമുക്ക് എന്തായാലും പറ്റില്ല, കാരണം എയും ബിയും ശരിയാണ് അല്ലെ? അപ്പൊ നമുക്ക് 3ാമത്തെ ഓപ്ഷൻ കൊടുക്കാം. എന്താണ്? ഡി ആണ് ആൻസർ വരുന്നത് അല്ലെ? എയും ബിയും കറക്റ്റ് ആണ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ 43 ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ 44ാമത്തെ ആൻസർ ചോദ്യം വരുന്നത്, മിസ്റ്റർ സതീഷ് ഹയർഡ് എ ബിസിനസ് കൺസൾട്ടന്റ് ടു ഗൈഡ് ഹിം ഫോർ ഗ്രോത്ത് ഓഫ് ഹിസ് ബിസിനസ്. The consultant visited his factory and suggested some changes with respect to staff appointment, loan availability, and so on. Which approach is that consultant using? അതായത് ഇപ്പൊ സതീഷ് എന്ന് പറയുന്ന അത് ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ ഹയർ ചെയ്തു. ഓക്കെ, അതായത് അദ്ദേഹത്തിന്റെ ബിസിനസ് വളർച്ച ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കൺസൾട്ടന്റിനെ വിളിച്ചു. കൺസൾട്ടന്റ് എന്ത് ചെയ്തു? അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്തു. എന്നിട്ടോ ചില ചേഞ്ചസ് അദ്ദേഹം വരുത്തി.
ഓക്കെ, എന്തിലൊക്കെയാണ് അദ്ദേഹം ചേഞ്ചസ് വരുത്തിയത്? റെസ്പെക്ട് ടു സ്റ്റാഫ് അപ്പോയിന്റ്മെന്റ്, ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതേപോലെ തന്നെ ലോൺ അവൈലബിലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെയുള്ള ചില ചില മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുകയുണ്ടായി. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ കൺസൾട്ടന്റ് ഉപയോഗിച്ചിരിക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഏത് അപ്രോച്ച് ആണ് എന്നുള്ളതാണ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് ആണോ, മാക്രോ എക്കണോമിക്സ് ആണോ, അതോ നൺ ഓഫ് ദി എബവ് ആണോ, ബി ബോത്ത് എ ആൻഡ് ബി ആണോ? ഏതാണ് ഇവിടെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ഏതാ വരുന്നത്? ഏതായിരിക്കും? യെസ്, 44A അല്ലെ? ഏതാണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. കാരണം എന്താ? സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ലോൺ അവൈലബിലിറ്റിയും അല്ലെ, ഒരു ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഏതിലാ വരുന്നത്? ഏതിലാ വരുന്നത്? യെസ് അല്ലെ, മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത് അല്ലെ. ഓക്കെ, ദെൻ 45ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, പ്രോഫിറ്റ് മോട്ടീവ് ഇസ് എ മെറിറ്റ് അല്ലെ. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറിറ്റ് ആണ്. ഏതിന്റെ? സോഷ്യലിസ്റ്റ് ആണോ, ക്യാപിറ്റലിസ്റ്റ് ആണോ, മിക്സഡ് എക്കോണമി ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? ഏതിലാണ് പ്രോഫിറ്റ് മോട്ടീവ് വരുന്നത്? യെസ് അല്ലെ, ഏതാണ്? ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റലിസം. ദെൻ 46ാമത്തെ വരുന്നത് ഏതാണ്? ഡാഷ് ഈസ് ആൾസോ കാൾഡ് കമാൻഡ് എക്കോണമി. ഏതാണ്? നമ്മൾ കമാൻഡ് എക്കണോമി എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഏതാണ് കമാൻഡ് എക്കണോമി? സോഷ്യലിസ്റ്റ് ആണോ, ക്യാപിറ്റലിസ്റ്റ് ആണോ, മിക്സഡ് എക്കോണമി ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഏതാണ് കമാൻഡ് ചെയ്യുന്ന എക്കണോമി? ഏതായിരിക്കും? ഏതായിരിക്കും? യെസ് അല്ലെ, ഏതാണ്? സോഷ്യലിസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഗവൺമെന്റ് എല്ലാം കമാൻഡ് ചെയ്യാണ് അല്ലെ. കമാൻഡ് എക്കോണമിയാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 47ാമത്തെ വരുന്നത്, which of the following statement is correct regarding business economics? ബിസിനസ് എക്കണോമിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ്? ബിസിനസ് എക്കണോമിക്സ് അറ്റംപ്റ്റ് ടു ഇൻഡിക്കേറ്റ് ഹൗ ബിസിനസ് പോളിസീസ് ആർ ഫേംലി റൂട്ടഡ് ഇൻ എക്കണോമിക് പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തെ ഓപ്ഷനില് ബിസിനസ് എക്കണോമിക് യൂസസ് മൈക്രോ എക്കണോമിക് അനാലിസിസ് ഓഫ് ദ ബിസിനസ് യൂണിറ്റ് ആൻഡ് മാക്രോ എക്കണോമിക് അനാലിസിസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. പിന്നെ വരുന്നത്, ബിസിനസ് എക്കണോമിക് ടേക്സ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ എക്കണോമിക് തിയറി ആൻഡ് ബിസിനസ് പ്രാക്ടീസസ്. ആൾ ഓഫ് ദി എബവ്. ഏതായിരിക്കും ഇതിൽ ആൻസർ വരുന്നത്? യെസ്, ആൾ ഓഫ് ദി എബവ്. എല്ലാം എന്താണ്? ഇവിടെ ബിസിനസ് എക്കണോമിക്സിലെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാതും. അപ്പൊ നമുക്ക് ആൾ ഓഫ് ദി എബവ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇനി വരുന്നത് അൺലിമിറ്റഡ് എൻഡ്സ് ആൻഡ് ലിമിറ്റഡ് മീൻസ് ടുഗെദർ പ്രസന്റ് ദ പ്രോബ്ലം ഓഫ്. അൺലിമിറ്റഡ് എൻഡ്സും ലിമിറ്റഡ് മീൻസും എന്ന് പറയുന്നത് എന്താണ് അല്ലെ? എന്ത് പ്രശ്നമാണ്? ഏതാണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ആണോ, ചോയ്സ് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഏതാ വരുന്നത്? യെസ്, ഏതാ വരുന്നത്? ബി, ചോയ്സ് ആണ് വരുന്നത് കേട്ടോ, ചോയ്സ്. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് എല്ലാ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഒന്നാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇത് വെച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല സ്കോർ വാങ്ങുക. ഓക്കെ.